ഈ കുട്ടിയെ മറ്റുള്ള കുട്ടികൾ ഭീഷണിപ്പെടുത്തിയിരുന്നു. എന്തിനെന്ന് വെച്ചാൽ ഇവൻ പഠിക്കുന്ന സ്കൂൾ എന്ന് പറഞ്ഞാൽ പലതരം അത്ഭുത വിദ്യകളാൽ നിറഞ്ഞ വിദ്യാർത്ഥികളുള്ള സ്കൂളാണ്. എന്നാൽ ഇവന് യാതൊരു കഴിവുകളും ഇല്ലാതെ അവന് മീശകളും താടി മാത്രം ഉണ്ടായത് തന്നെ ഇവനെ മറ്റുള്ള വിദ്യാർത്ഥികൾ കളിയാക്കിയിരുന്നു. ഇത് സഹിക്കാനാവാതെ അവൻ ഒരു ദിവസം വീട് വിട്ടിറങ്ങുകയാണ്. അവൻ ആവശ്യമായ സാധനങ്ങളെല്ലാം വാരിപ്പറക്കി ബാഗിലോട്ട് ഇട്ടിട്ട് അവൻ അവിടെ സ്ഥലം വിടുകയാണ്. എന്തിനെന്ന് വെച്ചാൽ അവന്റെ കഴിവുകൾ കണ്ടെത്തിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ യാത്ര തുടങ്ങിയത്. എന്നാൽ അവൻ അങ്ങനെ ഒരു മലയുടെ മുകളിൽ എത്തുകയും യാത്ര ചെയ്യുന്ന വഴിക്ക് അവന് കണ്ടുമുട്ടിയ ഒരു മാനാണിത്. ഈ മാനെ അവൻ വശപ്പെടുത്താൻ വേണ്ടി അവന്റെ ബാഗിനകത്തിരുന്ന ആഹാരം എടുത്ത് അതിനെ കാണിക്കുകയും അത് ഓടി വന്ന് കഴിക്കുകയും ചെയ്യുന്നു. ചുവന്ന മൂക്കുള്ള ഈ മാനിനെ അവന് ഭയങ്കര ഇഷ്ടപ്പെടുകയും മാനും അവന് ഇഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെ അവനും ആ മാനും പ്രയാണം ആരംഭിച്ചു. അങ്ങനെ വളരെ തണുപ്പേറിയ കാറ്റ് ഓടിക്കുന്ന സമയത്താണ് അവൻ പോകുന്നത്. അങ്ങനെ ഒരു പ്രധാന ലക്ഷ്യമായ ഒരു വീട് കണ്ടെത്തുകയും വീടിന്റെ കഥവ് എത്ര കുട്ടിയിട്ടും തുറക്കുന്നില്ല. അവൻ അങ്ങനെ ചിമ്മിഴി വഴി ഇറങ്ങാൻ വെച്ച് ഇറങ്ങിയപ്പോൾ തെന്നി വന്ന് അവൻ താഴെ വന്ന് വീഴുകയും ചെയ്യുന്നു. ചുമച്ച് എണീറ്റിക്കുമ്പോഴേക്ക് ആ വീട്ടിലെ പെൺകുട്ടി ഇറങ്ങി വരികയും ഇവനെ കണ്ട് പേടിക്കുകയും ചെയ്യുന്നു. ഉടൻ തന്നെ അവന്റെ ബാഗിൽ നിന്ന് ടെഡി ബിയറിന് എടുത്ത് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. അങ്ങനെ കുട്ടിക്ക് സന്തോഷമാവുകയും ഇവൻ ഉടൻ തന്നെ ഗ്യാരേജിലോട്ട് പോവുകയും ചെയ്യുന്നു. അങ്ങനെ അവിടെ കണ്ട ഒരു തടി കൊണ്ടുണ്ടാക്കിയ ഒരു സാധനത്തെ കണ്ടപ്പോൾ അവൻ ഏറെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ അവന്റെ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്തെന്ന് അവൻ മനസ്സിലാവുകയും കൂടാതെ ഇതിനു വേണ്ടിയിട്ട് അവൻ ജനിച്ചതും അവന്റെ പ്രത്യേക കഴിവ് ഇതാണെന്നും അവൻ മനസ്സിലാക്കുകയും ചെയ്യുന്നു. കുറെ നാൾക്ക് ശേഷം ഇവന് സംഭവിച്ചതുപോലെ ഒരു കുട്ടി അവിടെ നിന്ന് കരയുകയായിരുന്നു. ആ കുട്ടിക്ക് യാതൊരു കഴിവില്ലെന്ന്. അപ്പോൾ അവൻ അതിനകത്തൊരു മെസ്സേജ് ഇട്ട് അവിടെ നിന്ന് ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ട് പോയി രാത്രി. അതിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തയായതുകൊണ്ടാണ് നിങ്ങൾക്ക് ഗിഫ്റ്റ് എന്ന് പറഞ്ഞു. അതിനുശേഷം ആ കുട്ടി ജനൽ വഴി പുറത്തോട്ട്